രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രാമചന്ദ്രായ വേധസേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. കൃഷ്ണായ പരമാത്മനേ നമഃ. ഓം ശ്രീരാമചന്ദ്രായ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ. ഓം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. 11ാം ദിവസമായ ഇന്ന് ആരണ്യകാണ്ഡത്തിലെ അഗസ്ത്യസ്തുതിയാണ് പാരായണം ചെയ്യുന്നത്. നീ വരുന്നതും പാർത്ത് ഞാനിരുന്നിതു നൂനം. ദേവകളോടും കമലാസനോടും ഭവാൻ ക്ഷീരവാരിധി തീരത്തിങ്കൽ നിന്നരുൾ ചെയ്തു. കോരരാവണൻ തന്നെ കൊന്നു ഞാൻ ഭൂമണ്ഡല പാരാപഹരണം ചെയ്തിടുവന്നത് തന്നെ. സാരസാനന സകലേശ്വര ദയാനിധി ഞാനങ്ങ് തുടങ്ങി വന്നിവിടെ വാണിടിനെ. ആനന്ദസ്വരൂപന നിന്നുടൽ കണ്ടുകൊള്ളുവാൻ താപസ ജനത്തോടും ശിഷ്യസംഘത്തോടും ശ്രീപാദാംബുജം നിത്യം ധ്യാനിച്ചു വസിച്ചു ഞാൻ. ലോകസൃഷ്ടിക്കു മുന്നം ഏകനാനന്ദനായി ലോകകാരണൻ വികൽപ്പോപാധിവിരഹിതൻ തന്നെ മായ തനിക്കാശ്രയഭൂതയായി തന്നെ ശക്തിയെന്നും പ്രകൃതി മഹാമായ നിർഗുണനായ നിന്നെ ആവരണം ചെയ്തിട്ട് തൽഗുണങ്ങളെ അനുസരിപ്പിച്ചിടുന്നതും നിർവ്യാജം വേദാന്തികൾ ചൊല്ലുന്നു നിന്നെ മുന്നം. ദിവ്യമാം അവ്യാകൃതമെന്ന ഉപനിഷദ്വശാൽ മായാദേവിയെ മൂലപ്രകൃതി എന്നു ചൊല്ലും. മായാതീതന്മാരെല്ലാം സംസ്കൃതി എന്നും ചൊല്ലും. വിദ്വന്മാരവിദ്യ എന്നും പറയുന്നുവല്ലോ. ശക്തിയെ പല നാമം ചൊല്ലുന്നു പലതരം. നിന്നാൽ സംക്ഷോഭ്യമാണാകിയ മായ തന്നിൽ നിന്നുണ്ടായി വന്നു മഹത്തത്വമെന്നല്ലോ ചൊൽവ്. നിന്നുടെ നിയോഗത്താൽ മഹത്തത്വത്തിങ്കലെ നിന്നുണ്ടായി വന്ന് പുനരഹങ്കാരവും പുര. മഹത്തത്വവും അഹങ്കാരവും സംസാരവും മഹദ്വേദികളേവം മൂന്നായി ചൊല്ലിയിടുന്നു. സാത്വിക രാജസവും താമസ എന്നീ വണ്ണം വേദ്യമായി ചമഞ്ഞിതു മുന്നമെന്നറിഞ്ഞാലും. താമസത്തിങ്കൽ നിന്ന് സൂക്ഷ്മ തന്മാത്രകളും ഭൂമി പൂർവക സ്ഥൂല പഞ്ചഭൂതവും പിന്നെ രാജസത്തിങ്കൽ നിന്നുണ്ടായ അതീന്ദ്രിയങ്ങളും തേജോരൂപങ്ങളായ ദൈവതങ്ങളും പിന്നെ സാത്വികത്തിങ്കൽ നിന്ന് മനസ്സുണ്ടായി വന്നു. സൂത്രരൂപകം ലിംഗം ഇവറ്റിൽ നിന്നുണ്ടായി സർവത്ര വ്യാപ്ത സ്ഥൂല സഞ്ചയത്തിങ്കൽ നിന്നും ദിവ്യനാ വിരാൾ പൂമാനുണ്ടായതെന്നു കേൾപ്പു. അങ്ങനെയുള്ള വിരാൾ പുരുഷൻ തന്നെയല്ലോ തിങ്ങിടും ചരാചര ലോകങ്ങളാകുന്നതും. ദേവമാനുഷ്യ തിര്യകോ നിജാതികൾ ബഹുസ്ഥാവര ജംഗമൗക്കം പൂർണ്ണമായുണ്ടായി വന്നു. തൊന്മായ ഗുണങ്ങളെ മൂന്നും ആശ്രയിച്ചല്ലോ.
ബ്രഹ്മാവും വിഷ്ണുതാനും രുദ്രനും ഉണ്ടായി വന്നു. ലോക സൃഷ്ടിക്ക് രജോ ഗുണമാശ്രയിച്ചല്ലോ ലോകേശനായ ദാതാ നാഭിയിൽ നിന്നുണ്ടായി. സത്വമാ ഗുണത്തിങ്കൽ നിന്ന് രക്ഷിപ്പാൻ വിഷ്ണു, രുദ്രനും തമോ ഗുണം കൊണ്ട് സംഹരിപ്പാനും. ബുദ്ധിജാതകളായ വൃത്തികൾ ഗുണത്രയം നിത്യം അംശിച്ചു ജാഗൽ സ്വപ്നവും സുഷുപ്തിയും. ഇവറ്റിനെല്ലാം സാക്ഷിയായ ചിന്മയൻ ഭവാൻ, നിവൃത്തൻ നിത്യനേകൻ അവ്യയനല്ലോ നാഥ. യാതൊരു കാലം സൃഷ്ടി ചെയ്യുവാനിച്ഛിച്ചു ഭവാൻ, മോദമോടപ്പോൾ അംഗീകരിച്ചുമായ തന്നെ. തന്മൂലം ഗുണവാനെ പോലെയായതു ഭവാൻ, തൊന്മഹാമായ രണ്ട് വിധമായി വന്നാളല്ലോ. വിദ്യയും അവിദ്യയും എന്നുള്ള ഭേദാക്കിയ വിദ്യ എന്നല്ലോ ചൊല്വു നിവർത്തി നിരതന്മാർ. അവിദ്യവശന്മാരായി വർത്തിച്ചിടിനാ ജന പ്രവർത്തി നിരതന്മാരെന്ന് അത്രേ ഭേദമുള്ളു. വേദാന്ത വ്യാഖ്യാർത്ഥ വേദികളായ സമന്മാരായി പാദഭക്തന്മാരായുള്ളവർ വിദ്യാത്മകൻ. അവിദ്യാവശകന്മാർ നിത്യസംസാരികളെന്ന് അവശ്യം തത്വജ്ഞന്മാർ ചൊല്ലുന്നു നിരന്തരം. വിദ്യാഭ്യാസൈകരതന്മാരായ ജനങ്ങളെ നിത്യമുക്തന്മാരെന്നു ചൊല്ലുന്നു തത്വജ്ഞന്മാർ. തന്മന്ത്രോപാസകന്മാരായുള്ള ഭക്തന്മാർക്കും നിർമ്മലയായ വിദ്യ താനേ സംഭവിച്ചിടും. മറ്റുള്ള മൂഢന്മാർക്ക് വിദ്യയുണ്ടാകുന്നതും തെറ്റില്ല 100,000 ജന്മങ്ങൾ കഴിഞ്ഞാലും. ആകയാ തൊൽഭക്തി സമ്പന്മാരായുള്ളവർ ഏകാന്തമുക്തന്മാരില്ലേതും സംശയമോർത്താൽ. തൊൽഭക്തി സുധാഹീനന്മാരായുള്ളവർക്കെല്ലാം സ്വപ്നത്തിൽ പോലും മോക്ഷം സംഭവിക്കുകയും ഇല്ല. ശ്രീരാമ രഘുപതേ കേവല ജ്ഞാനമൂർത്തേ, ശ്രീരമണാത്മാരാം ശ്രീരമണാത്മാരാമ കാരുണ്യാമൃത സിന്ധു. എന്തിനു വളരെ ഞാൻ ഇങ്ങനെ പറയുന്നു, ചിന്തിക്കിൽ സാരം കിഞ്ചിൽ ചൊൽവന്തരാവതേ. സാധുസംഗതി തന്നെ മോക്ഷകാരണമെന്നും വേദാന്തജ്ഞന്മാരായ വിദ്വന്മാർ ചൊല്ലിയിടുന്നു. സാധുക്കളാകുന്നതു സമചിത്തന്മാരല്ലോ, ബോധിപ്പിച്ചിടും ആത്മജാനുവും ഭക്തന്മാർക്കായി. നിസ്പൃഹന്മാരായി വിഗതൈഷണന്മാരായി സദാ തൊൽഭക്തന്മാരായി നിവർത്താകേ അഖിലകാമന്മാരായി. ഇഷ്ടാനിഷ്ടപ്രാപ്തികൾ രണ്ടിലും സമന്മാരായി നഷ്ടസംഗന്മാരുമായി സന്യസ്തകർമാക്കളായി തുഷ്ടമാനസന്മാരായി ബ്രഹ്മതത്പരന്മാരായി ശിഷ്ടാചാരൈകവാരായണന്മാരായി നിത്യം യോഗാർത്ഥം യമനീമാതി സമ്പന്മാരായ ഏകാന്ത ശമദമ സാധനയുക്തന്മാരായി. സാധുക്കൾ അവരോട് സംഗതി ഉണ്ടാകുമ്പോൾ ചേതസി ഭവൽ കഥാശ്രവണേ രതിയുണ്ടാം. തൊൽകഥാശ്രവണേന ഭക്തിയും വർദ്ധിച്ചിടും. ഭക്തി വർദ്ധിച്ചിടുമ്പോൾ വിജ്ഞാനം ഉണ്ടായി വരും. വിജ്ഞാനജാനാദികൾ കൊണ്ട് മോക്ഷവും വരും. വിജ്ഞാതം എന്നാൽ ഗുരുമുഖത്തിൽ നിന്നതെല്ലാം. ആകയാ തൊൽഭക്തിയും നിങ്കിലേ പ്രേമവായുവും. രാഘവ സദാ ഭാവിക്കണമേ ദയാനിധേ. തൊൽപാദാംശങ്ങളിലും തൊൽഭക്തന്മാരിലും എന്നുൾപ്പൂവിൽ ഭക്തി പുനരെപ്പോഴും ഉണ്ടാകേണ. ഇന്നല്ലോ സഫലമായി വന്നതും അവജന്മ, ഇന്ന് മൽകൃതകളും വന്നിതു സഫലമായി. ഇന്നല്ലോ തപസ്സിന് സാഫല്യമുണ്ടായി വന്നു. ഇന്നല്ലോ സഫലമായി വന്നത് അനേത്രവും. സീതയാം സാർദ്ധം ഹൃദി വസിക്ക സദാ ഭവാൻ. സീതാവല്ലഭ ജഗനായക ദാശരഥേ. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒരിടത്ത് കിടക്കുമ്പോഴും ഭുജിക്കുമ്പോഴും എന്ന് വേണ്ട നാനാകർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ സദാകാലം മാനസേ ഭവദ്രൂപം തോന്നേണം ദയാബുദേ. കുംഭസംഭവനിധി സ്തുതിച്ചു ഭക്തിയോട് ജംഭാരി തന്നാൽ മുന്നം നിക്ഷിപ്തമായ ചാപം വാണതൂണീരത്തോടും കൊടുത്തു ഖഡ്ഗത്തോടും ആനന്ദവിവശനായി പിന്നെയും അരുൾ ചെയ്താൻ. ഭൂഭാരഭൂതമായ രാക്ഷസവംശം നിന്നാൽ ഭൂപതേ വിനിഷ്ടമായിടണം വൈകിടാതെ. സാക്ഷാൽ നാരായണനായ നീ മായയോടും രാക്ഷസവധത്തിനായി മർദ്ദനായി പിറന്നതും 2 യോജന വഴി ചെല്ലുമ്പോൾ ഇവിടെ നിന്നുണ്ടല്ലോ പുണ്യഭൂമിയാകിയ പഞ്ചവടി. ഗൗതമീ തീരെ നല്ലൊരാശ്രമം ചമച്ചതിൽ സീതയാ വസിക്ക പോയി ശേഷമുള്ളൊരു കാലം തത്രൈവ വസിച്ചു ദേവകാര്യങ്ങളെല്ലാം സത്വരം ചെയ്യുവാനോട് അനുജ്ഞ നൽകി മുനി.
ശ്രുത്വൈതൽ സ്തോത്രസാരമഗസ്ത്യ സുഭാഷിതം തത്വാർത്ഥ സമന്വിതം രാഘവൻ തിരുവടി വാണചാപാദികളും തത്രൈവ നിക്ഷേപിച്ചു വീണുടൻ നമസ്കരിച്ച അഗസ്ത്യപാദാംബുജം യാത്രയും അയപ്പിച്ചു സുമിത്രാത്മജനോട് പ്രീത്യാ ജാനകിയോടും എഴുന്നള്ളിയിടും നേരം ജടായു സംഗമം അദ്രിശൃംഗാഭം തത്ര പദ്ധതി മധ്യേ കണ്ടു പത്രി സത്തമന്നാകും വൃദ്ധനാ ജടായുഷം എത്രയും വളർന്നൊരു വിസ്മയം പൂണ്ടുരാമൻ ബദ്ധരോഷേണ സുമിത്രാത്മജനോടും ചൊന്നാൽ ദക്ഷാസാംപ്രവരനെ കിടക്കുന്നത് മുനി ഭക്ഷകൻ ഇവനെ നീ കണ്ടതില്ലയോ സഖേ വില്ലിങ് തന്നിടു നീ ഭീതിയുണ്ടാകല്ലോ കൊല്ലുവൻ ഇവനെ ഞാൻ വൈകാതെ ഇനിയിപ്പോൾ ലക്ഷ്മണൻ തന്നോടിത്തം രാമൻ ചൊന്നത് കേട്ട് പക്ഷിശ്രേഷ്ഠനോ ഭയപീഡിതനായി ചൊന്നാൽ ബദ്ധനല്ലഹം തവതാതനെന്നു ചെറുപ്പത്തിൽ എത്രയും ഇഷ്ടനായ വയസ്സിനെന്നറിഞ്ഞാലും നിന്തിരുവടിക്കും ഞാൻ ഇഷ്ടത്തെ ചെയ്തിടുവാൻ ഹന്തവ്യനല്ല ഭവഭക്തനാം ജടായു ഞാൻ എന്നിവ കേട്ട് ബഹു സ്നേഹം ഉൾക്കൊണ്ട് നാഥൻ നന്നായ ആശ്ലേഷം ചെയ്തു നൽകി ഞാൻ അനുഗ്രഹം എങ്കിൽ ഞാൻ ഇരിപ്പതിനടുത്ത് വസിക്കനേ സങ്കടവിനി ഒന്നും ഉണ്ടുമേ നിനക്കില്ല ശങ്കിച്ചേനല്ലോ നിന്നെ ഞാനത് കഷ്ടം കിങ്കര പ്രവരനായി വാഴുക മേലിൽ ഭവാൻ. പഞ്ചവടി പ്രവേശം എന്നരുൾ ചെയ്ത് ചെന്ന് പുക്കിത് പഞ്ചവടി തന്നിൽ അമ്മാറോ സീതാ ലക്ഷ്മണ സമേതനായി പർണശാലയും തീർത്ത് ലക്ഷ്മണൻ മനോജ്ഞമായി പർണപുഷ്പങ്ങൾ കൊണ്ട് തൽപ്പവും ഉണ്ടാക്കിനാൽ ഉത്തമ ഗംഗാ നദിക്കുത്തരേ തീരെ പുരുഷോത്തമൻ വസിച്ചതു ജാനകി ദേവിയോടും കദളീവന സാമ്രാജ്ഞകില ഫലവൃക്ഷവൃത കാനനെ ജനസംവാദ വിവർജിതേ നീരുജസ്ഥലേ വിനോദിപ്പിച്ച് ദേവി തന്നെ. ശ്രീരാമൻ അയോധ്യയിൽ വാണതുപോലെ വാണാൻ ഫലമൂലാദികളും ലക്ഷ്മണൻ അനുദിന ഫലവും കൊണ്ടുവന്നു കൊടുക്കും പ്രീതിയോടെ രാത്രിയിൽ ഉറങ്ങാതെ ചാപവാണുവൻ ധരിച്ചാസ്തയാൻ രക്ഷാർത്ഥമായി നിന്നിടും ഭക്തിയോടെ സീതയെ മധ്യയാക്കി മൂവരും പ്രാതകാലെ ഗൗതമി തന്നിൽ കുളിച്ചർഘ്യവും കഴിച്ചുടൻ പോരുമ്പോൾ സൗമിത്രി വാനിയവും കൊണ്ടുപോരൂ വാരം വാരം പ്രീതി പൂണ്ടിങ്ങനെ വാഴും കാലം. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ലക്ഷ്മണോപദേശം ലക്ഷ്മണൻ ഒരു ദിനം ഏകാന്തേ രാമദേവൻ തൃക്കടൽ കൂപ്പി വിനയാനിതനായി ചൊന്നാൾ മുക്തിമാർഗത്തെ അരുൾ ചെയ്യണം ഭഗവാനെ ഭക്തനാം അടിയനോടാ ജ്ഞാനം നീങ്ങും വണ്ണ ജ്ഞാനവിജ്ഞാന ഭക്തി വൈരാഗ്യ ചിഹ്നമെല്ലാം മാനസാനന്ദം വരുമാറരുൾ ചെയ്തിടണം ആരും നിന്ദ്രവടി ഒഴിഞ്ഞില്ലിവയെല്ലാം നേരോടെ ഉപദേശിച്ചിടുവാൻ ഭൂമണ്ഡലേ. ശ്രീരാമൻ അത് കേട്ട് ലക്ഷ്മണൻ തന്നോടൊപ്പം ആരൂഢാനന്ദമരുൾ ചെയ്തതു വഴി പോലെ കേട്ടാലും എങ്കിൽ അതിഗുഹ്യമാം ഉപദേശം കേട്ടോളും തീർന്നുകൂടും വികൽപ്പഭ്രമമെല്ലാം മുമ്പിനാൽ മായാസ്വരൂപത്തെ ഞാൻ ചൊല്ലിടുവാൻ അമ്പോട് പിന്നെ ജ്ഞാനസാധനം ചൊല്ലാമല്ലോ വിജ്ഞാന സഹിതമാ ജ്ഞാനവും ചൊല്ലുവിൻ പിന്നെ വിജ്ഞേയമാത്മസ്വരൂപത്തെയും ചൊല്ലാമെടോ ജ്ഞേയമായുള്ള പരമാത്മാനമറിയുമ്പോൾ മായാസംബന്ധ ഭയമൊക്കെ നീങ്ങിയിടുമല്ലോ ആത്മാവല്ലാതെയുള്ള ദേഹാദി വസ്തുക്കളിൽ ആത്മാവെന്നുള്ള ബോധം യാതൊന്നു ജഗത്രയേ മായയാകുന്നത് നിർണയം അതിനാലേ കായ സംബന്ധമാകും സംസാരം ഭവിക്കുന്നു ഉണ്ടല്ലോ പിന്നെ വിക്ഷേപാവരണങ്ങളെന്നും 2 രൂപമായേക്കെന്നറിയുക സൗമിത്രേ നീ എന്നതിൽ മുന്നേതല്ലോ ലോകത്തെ കൽപ്പിക്കുന്ന എന്നറിയുക സ്ഥൂല സൂക്ഷ്മഭേദങ്ങളോടും ലിംഗാദി ബ്രഹ്മാന്തമാം അവിദ്യാരൂപമതും സംഘാതി ദോഷങ്ങളെ സംഭവിക്കുന്നതും ജ്ഞാനരൂപീണിയാകും വിദ്യയായതും മറ്റേതാനന്ദ പ്രാപ്തികേ
ഏതു ഭൂത എന്നറിഞ്ഞാലും മായ കൽപ്പിതം പരമാത്മനി വിശ്വമോട് മായ കൊണ്ടല്ല വിശ്വമുണ്ടെന്ന് തോന്നിക്കുന്നു രജ്ജു കണ്ടത്തിങ്കലെ പന്നക ബുദ്ധി പോലെ നിശ്ചയം വിചാരിക്കില്ലേത് ഒന്നില്ലയല്ലോ മാനവന്മാരാൽ കാണപ്പെട്ടതും കേൾക്കായതും മാനസത്തിങ്കൽ സ്മരിക്കപ്പെടുന്നതുമെല്ലാം സ്വപ്നസന്നിവം വിചാരിക്കില്ലല്ലാതൊന്നല്ലോ വിഭ്രമം കളഞ്ഞാലും വികൽപ്പമുണ്ടാകേണ്ട ജന്മസംസാര വൃക്ഷമൂലമായതു ദേഹം തന്മൂലം പുത്രകളത്രാദി സംബന്ധമെല്ലാം ദേഹമായതു പഞ്ചഭൂത സഞ്ചയമയം ദേഹസംബന്ധം മായാവൈഭവം വിചാരിച്ചാൽ ഇന്ദ്രിയ ദശകവും അഹങ്കാരവും ബുദ്ധി മനസ്സും ചിത്ത മൂലപ്രകൃതി എന്നതിലെല്ലാം ഓർത്തു കണ്ടാൽ ഒരുമിച്ചിരിക്കുന്നതല്ലോ ക്ഷേത്രമായതും ദേഹമെന്നുണ്ടല്ലോ നാമം എന്നിവറ്റിങ്കിൽ നിന്ന് വേറൊന്നു ജീവനതും നിർണയം പരമാത്മാ നിശ്ചലൻ നിരാമയൻ ജീവാത്മസ്വരൂപത്തെ അറിഞ്ഞുകൊള്ളുവാനുള്ള സാധനങ്ങളെ കേട്ടുകൊള്ളുക സൗമിത്രേ നീ ജീവാത്മാവെന്നും പരമാത്മാവെന്നതും ഓർക്കിൽ കേവലം പര്യായ ശബ്ദങ്ങളെന്നറിഞ്ഞാലും ഭേദമേതുമേയില്ല രണ്ടു ഒന്നത്രേ നൂനം ഭേദമുണ്ടെന്ന് പറയുന്നത് അജ്ഞാനന്മാരല്ലോ മാനവും ഡംബം ഹിംസ വക്രത്വം കാമം ക്രോധം മാനസേ വിടിഞ്ഞ സന്തുഷ്ടനായി സദാകാലം അന്യേക്ഷേപാദികളും സഹിച്ച് സമബുദ്ധ്യ മഞ്ഞോഭാവവും അകലെ കളഞ്ഞനുദിനം ഭക്തി കൈകൊണ്ട് ഗുരുസേവയും ചെയ്ത് നിജ ചിത്തശുദ്ധിയും ദേഹശുദ്ധിയും ചെയ്തുകൊണ്ട് നിത്യവും സൽക്കർമ്മങ്ങൾ കിളക്കം വരുത്താതെ സത്യത്തെ സമാശ്രയിച്ച് ആനന്ദ സ്വരൂപനായി മാനസാവചന ദേഹങ്ങളെ അടക്കി തൻ മാനസെ വിഷയ സൗഖ്യങ്ങളെ ചിന്തിയാതെ ജനന ജരാമരണങ്ങളെ ചിന്തിച്ചുള്ളിൽ അഹങ്കാരത്വേന സമഭാവനയോടും സർവാത്മവാകുമെങ്കൽ ഉറച്ച മനസ്സോടും സർവദാ രാമരാമേത്യജപത്തോടും പുത്രധാരാർത്ഥാദിഷു നിസ്നേഹത്വവും ചെയ്ത് ശക്തിയൊന്നെങ്കിലും കൂടാതെ നിരന്തര ഇഷ്ടാനിഷ്ടപ്രാപ്തിക്കു തുല്യഭാവത്തോടും സന്തുഷ്ടനായി വിഭക്ത ശുദ്ധസ്ഥലി വസിക്കണം പ്രാകൃതജനങ്ങളുമായി വസിക്കരുതൊട്ടും ഏകാന്തേ പരമാത്മജ്ഞാന തൽപരനായി വേദാന്ത വാക്യാർത്ഥങ്ങൾ അവലോകനം ചെയ്തും വൈദിക കർമ്മങ്ങളും ആത്മനെ സമർപ്പിച്ചാൽ ജ്ഞാനവും അകതാരിൽ ഉറച്ച് ചമച്ചിടും മാനസേ വികൽപ്പങ്ങൾ ഏതുമേയുണ്ടാകൊല്ല ആത്മാവാകുന്നതെന്തെന്നുണ്ടോ കേളതു എങ്കിൽ ആത്മാവല്ലോ ദേഹപ്രാണ ബുദ്ധ്യഹങ്കാരം മാനസാദികളൊന്ന് ഇവറ്റിൽ നിന്ന് മേലെ മാനമില്ലാതെ പരമാത്മാവ് താനേ വേറെ നിൽപ്പത് ചിതാത്മാവ് ശുദ്ധം അവ്യക്തം ബുദ്ധം തൽപദാത്മാ ജ്ഞാനിക ത്വൽപദാർത്ഥവുമായി ജ്ഞാനം കൊണ്ടെന്നെ വഴി പോലെ കണ്ടറിഞ്ഞിടാം ജ്ഞാനമാകുന്നതന്നെ കാട്ടുന്ന വസ്തു തന്നെ ജ്ഞാനമുണ്ടാകുന്നത് വിജ്ഞാനം കൊണ്ട് തന്നെ ഞാനിതെന്നറിവിന് സാധനമാകയാലേ സർവത്ര ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ ഓം ശ്രീരാമചന്ദ്രായ നമ രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായാം പദയേ നമ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം കൃഷ്ണായ പരമാത്മനേ നമഃ.